നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാമെന്നാണ് നാം വിചാരിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാണ്. പരമ്പരാഗതമായിട്ട് മനുഷ്യ സമൂഹം ഉണ്ടാക്കി തന്നതാണ്. അതനുസരിച്ച് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, ബിലീവിങ് സിസ്റ്റം, ഫുഡ് സിസ്റ്റം ഇതൊക്കെ ഭൂമി വർക്കാവുന്നുണ്ടോ? ഭൂമിയുടെ ഇഷ്ടത്തിനും സ്വഭാവത്തിനും അനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനം. ഉരുളുന്ന മണ്ണ്, വായു, ജലം, സൂര്യപ്രകാശം ഇതൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തിൽ ഇത് സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ മനസ്സിലാക്കലിലൂടെ മാത്രമേ നമ്മുടെ നിരാശയും ദുഃഖവും സങ്കടവും എങ്ങനെ ജീവിക്കണമെന്ന് മനസ്സിലാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഷയങ്ങളിനകത്തൂടെ ജീവിക്കുമ്പോൾ നിരാശ മാത്രമേ സംഭവിക്കുകയുള്ളൂ. മണ്ണിൻ്റെ സ്വഭാവവും വെള്ളത്തിൻ്റെ സ്വഭാവവും അവരത് കാണിക്കും. അത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം നമ്മൾ നിരാശയോടെ ജീവിക്കേണ്ടി വരും. ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതെന്നും എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാമെന്നും എനിക്ക് മരണം സംഭവിക്കരുത്, എൻ്റെ ജീവൻ നിലനിർത്തണം എന്ന് വിചാരിക്കുന്നതൊക്കെ മണ്ടത്തരമാണ്. അങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അതതിൻ്റെ അടിസ്ഥാന കാര്യം. നമ്മൾ വിചാരിച്ചിട്ടേ അല്ല നമ്മൾ ഈ മണ്ണിൽ വന്ന് ജനിക്കുന്നത്. നമ്മുടെ വിചാരിച്ചിട്ടല്ല നമ്മുടെ ജീവൻ നിലനിൽക്കുന്നത്. വായു അത് നമ്മുടെ മൂക്കിൻ്റെ താഴ്വശം 1 ഇഞ്ച് നീളത്തിൽ അല്ലെ 2 ഇഞ്ച് നീളത്തിലുള്ള ഓക്സിജൻ നിന്ന് കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടു. അപ്പോൾ ആരാണ് വായു സപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഭൂമി ജീവിക്കാൻ കഴിയില്ല. ഭൂമിയുടെ ഇഷ്ടത്തിനും സ്വഭാവത്തിനും അനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മരണം വരെ എപ്പോഴോ സംഭവിക്കുന്ന ഒരു മരണം അതുവരെ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും.